ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഇൻ്റർവ്യൂ നടക്കുകയാണ് കോളേജിൽ. അപ്പോൾ ഓരോരുത്തർ മാറി മാറി വന്നു. അപ്പോൾ ടീച്ചേഴ്സിന് ആർക്കും അത്ര തൃപ്തിയൊന്നും ആയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ദ്രൻ്റെ വരവ്. ഇന്ദ്രൻ വന്ന് പൊളിച്ചടുക്കി എന്ന് പറയാമല്ലോ. അതെ, ശരിക്കും മേലെ ഡ്രാമ എന്നുള്ളതാണ് ആ ഒരു വിഷയം. അപ്പോൾ ഡ്രാമയെക്കുറിച്ചാണ് പറയേണ്ടത്. അതെ, അപ്പം ഈ ഷേക്സ്പിയറുടെ കഥയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോരോ കഥകളും ഇങ്ങനെ വിശദമായിട്ട് തന്നെ പറയണം. കീഴടങ്ങാൻ തന്നകത്ത് സംഗീത ശില്പത്തിന് എൻ്റെ ഒരു പ്രണാമം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നതൊക്കെ തന്നെ. അപ്പം ഹാംലെറ്റ് ഏകാന്തതയുടെ ദുരന്ത നായകനാണ്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടലിൻ്റെ സിംഫണിയാണ് ആ ഒരു നാടകം എന്ന് തന്നെ പറയുന്നത്. അവിടെ ഇരുന്നവർക്കൊക്കെ ഭയങ്കര തൃപ്തിയായി. അപ്പോൾ പ്രണയത്തിൻ്റെ പകരം വെക്കാനില്ലാത്ത ഒരു മാതൃകയും. അതുകൊണ്ട് തന്നെ 40,000 സഹോദരന്മാരുണ്ടായിരുന്ന ബസിലിയോയുടെ ശവക്കുഴിക്കരികിൽ നിന്ന് ഹാംലെറ്റ് വിളിച്ചു പറയുന്നുണ്ട്, ഈ 40,000 പേരുടെയും സ്നേഹം തൻ്റെ പ്രണയത്തിന് പകരമാവില്ല എന്ന്. അപ്പോൾ അതാണ് അദ്ദേഹത്തെ ഹാംലെറ്റ് വാങ്ങിക്കുന്ന ഓരോരുത്തർക്ക് തോന്നും, ഇറ്റ്സ് മീ ഹു ആർ ഹാംലെറ്റ്, ഞാനാണ് ഹാംലെറ്റ് എന്ന് തോന്നിത്തുടങ്ങും. അതാണ് കാലദേശങ്ങൾക്ക് അതീതമായ മനുഷ്യ അവസ്ഥകളുടെ ശാശ്വത സത്യങ്ങളാണ് ഷേക്സ്പിയർ രചനകളിൽ കൂടുതലായി കാണുന്നത്. അതുകൊണ്ടാണ് ഷേക്സ്പിയറിന്റെ സമകാലികനായിരുന്ന ബെൻ ജോൺസൺ ഇങ്ങനെ പറഞ്ഞത്, ഷീ ഈസ് നോട്ട് ഓഫ് എൻ ഏജ് ബട്ട് ഓഫ് ഓൾ ഏജ്. ഇത് ക്ലിയോപാട്രയെ കുറിച്ചുള്ള ഷേക്സ്പിയറിന്റെ ഒരു പ്രശസ്തമായൊരു വിശേഷണം മാത്രമാണ്. അപ്പൊ ഇത് കേട്ട് ടീച്ചർമാരൊക്കെ കണ്ണു വെച്ച് നിൽക്കുകയാണ്. ഷീ മാറ്റി ഹീ ആക്കോ, അത് മാറ്റിയാൽ ഷേക്സ്പിയറിനും ഇണങ്ങും എന്നുകൂടിയായിരുന്നു ചേർത്തത്. ഇതൊക്കെ കേട്ട് എല്ലാവരും കൈയടിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര തൃപ്തിയായി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, ജഡ്ജസ് വരെ എഴുന്നേറ്റ് നിന്ന് ഇന്ദ്രന്റെ പെർഫോമൻസ് കണ്ട് കൈയടിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രന്റെ ഭയങ്കര സന്തോഷമായി കേട്ടോ. എല്ലാവരും ഹാപ്പി. അങ്ങനെ പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് എത്തുകയാണ്. മേക്കമൻ സർ, ഇന്ദ്രജിത്ത് അല്ലേ? അതെ, ഇന്ദ്രജിത്ത് നീലകണ്ഠൻ, പ്ലീസ് സിറ്റ് ഡൗൺ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ദ്രജിത്ത് അവിടെ ഇരുന്നു. ഇത്രയും കഴിവുണ്ടായിട്ടും എന്തുകൊണ്ടാ എവിടെയും പഠിപ്പിക്കാതിരുന്നത്? ബയോഡേറ്റയിൽ എക്സ്പീരിയൻസ് ഒന്നും കണ്ടതുമില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഒരു ജോലിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല സർ. പിന്നെ അത്യാവശ്യം ചുറ്റുപാട് വീടുകളിലുണ്ട്, അതുകൊണ്ട് ഞാൻ ജോലി എടുത്ത് സമ്പാദിച്ചിട്ട് വേണ്ട കുടുംബം കഴിയാൻ, അതുകൊണ്ടാണ് പോവാതിരുന്നത്. അപ്പൊ ചോദിക്കും, എന്തിനാ വന്നതെന്ന്? ഒരു മോഹം, ഒരു കിർക്ക്, അത്രേ ഉള്ളൂ സർ. അപ്പോൾ ഞാൻ ഇതിനെയൊക്കെ പറ്റിയ ആളാണോ എന്ന് സ്വയം ഒന്ന് പരീക്ഷിക്കാൻ, അതിനു വേണ്ടി വന്നതാ സർ. അതെ കേട്ടോ ഇന്ദ്രൻ, ഇതൊരു മാനേജ്മെന്റ് കോളേജാണ്, അതുകൊണ്ട് ഒഴിവ് വരുമ്പോൾ ഇവിടെ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് മാനേജ്മെന്റ് തന്നെയാ. ഓക്കെ, തനിക്കാണെങ്കിൽ മാനേജ്മെന്റിൽ നല്ല ഹോൾഡും ഉണ്ട്, അതുകൊണ്ട് ഇതങ്ങ് കണ്ടിന്യൂ ചെയ്താൽ എന്താ ഈ പഠിപ്പിക്കലേ? അയ്യോ സർ, വേണ്ട സർ, ഞാനേ എന്താണെന്നറിയില്ല, പെട്ടെന്ന് എനിക്ക് മടുക്കും സർ, അതുകൊണ്ടാ. ഇതിപ്പോ 2 മാസത്തേക്ക് മാത്രം ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വരില്ലായിരുന്നു സർ എന്ന് പറഞ്ഞു. ഡ്രാമയല്ലേ പഠിപ്പിക്കേണ്ടത്? നാടകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സർ, നാടകാന്തം കവിത്വം എന്നാണല്ലോ കാളിദാസൻ പറഞ്ഞിരിക്കുന്നത്. അതെ, കാളിദാസൻ അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ, ഈ കലാലയത്തിലേക്ക് പ്രിൻസിപ്പൾ എന്ന നിലയിൽ തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു അധ്യയന കാലം തനിക്കിവിടെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ എന്തു പരാതികളുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പരിഹരിച്ചോളാം. എനിക്ക് പരാതിയൊന്നും ഉണ്ടാവില്ല സർ എന്ന് പറഞ്ഞു. പക്ഷെ എന്നെക്കുറിച്ച് ചിലപ്പോൾ പരാതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് സർ. സാർ അങ്ങനെ ആരെങ്കിലും പരാതിപ്പെട്ടാ ചാടിക്കേറി സാർ ഒരു തീരുമാനമെടുക്കരുത്. എന്റെ ഭാഗം കൂടി സാർ ഒന്ന് കേൾക്കണം. അത് പിന്നെ അങ്ങനെയല്ലേ ചെയ്യൂ ഇന്ദ്ര. ഇന്നത്തെ കാലത്ത് റിസൾട്ടാണ് പ്രധാനം. പിന്നെ താൻ നന്നായി പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ തൻ്റെ ഒപ്പം മാത്രമേ നിൽക്കുള്ളൂ. താങ്ക് യു സോ മച്ച് സാർ. ധൈര്യമായിട്ട് പോയിക്കോളൂ, തൻ്റെ ഒപ്പം ഞങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ സാർ എന്ന് പറഞ്ഞ ഇന്ദ്രൻ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. പിന്നെ കാണുന്നത് നമ്മുടെ പ്രതാപനെയാണ്. താങ്ക് യു ബ്രദർ എന്നൊക്കെ പറഞ്ഞ് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കാം. ആ ജോലി എനിക്ക് കിട്ടി. എൻ്റെ പെർഫോമൻസിന് മുൻപിൽ എല്ലാവരും ഫ്ലാറ്റ്. നാളെ മുതൽ ഞാൻ പഠിപ്പിച്ചു തുടങ്ങും. അപ്പൊ എൻ്റെ റെക്കമെൻഡേഷൻ വേണ്ടി വന്നില്ല എന്നാണോ?
ഒരിക്കലും അല്ല പ്രതാപ. തന്റെ റെക്കമെൻഡേഷൻ വേണ്ടി വന്നു. എവിടെയാണെന്ന് തനിക്കറിയോ? എങ്കിൽ കേട്ടോ, എന്റെ രോഗം പരിഗണിക്കാതിരിക്കാൻ സഹായിച്ചത് തന്റെ ഒരു റെക്കമെൻഡേഷനാ. അത് കള. മാനേജ്മെന്റിനോട് ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞു, എനിക്ക് ചെറിയൊരു മാനസിക പ്രശ്നം ഉണ്ടെന്ന്. പക്ഷെ അല്ലെങ്കിൽ നാളെ ഒരിക്കൽ പല്ലവി ചിലപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചാലോ? അതുകൊണ്ട് എടുത്തു കാണിക്കാൻ കോടതിയുടെ ജഡ്ജിമെന്റ് വരെ കയ്യിലുണ്ടല്ലോ. അതുകൊണ്ട് എന്തിനും ഒരു മുഴം മുമ്പേ എറിയണം. അതാണ് എൻ്റെ ഒരു രീതി. അത് ഞാൻ ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ എന്നെ ഹെൽപ്പ് ചെയ്തത് തൻ്റെ സ്വാധീനമാണോ? അതുകൊണ്ട് പ്രതാപൻ പറഞ്ഞ ആളായതുകൊണ്ട് വേണ്ട എന്ന് വെക്കുന്നില്ല എന്നാണ് മാനേജ്മെന്റിലെ ഒരു ഓൾഡ് മാൻ പറഞ്ഞത്. എനിവേ, പിന്നെ എടോ, തന്നോടൊരു കാര്യം കൂടി പറയട്ടെ. ഇനി ഞാൻ അവിടെ കുട്ടികളെ ഡ്രാമ പഠിപ്പിക്കും. നല്ല വെടിപ്പായിട്ട് മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെ കഥാപാത്രത്തിലൂടെ ആവിഷ്കരിച്ച എല്ലാ മഹത്തായ എഴുത്തുകാരുടെ രചനകൾ എന്നിലൂടെ അവിടെ പുനർജനിക്കും. ഓതല്ലോ, വാങ്ക, ഹാംലെറ്റ്, ജൂലിയസ് സീസർ, അങ്ങനെ അങ്ങനെ പലതും എന്ന് പറഞ്ഞു. സത്യം പറയിന്ദ്ര, എന്താണ് അതിന്റെ ശരിക്കുള്ള ഒരു ഉദ്ദേശം? അത് തന്നെ നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കണം. എടോ, തന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതാണോ? അവൾക്കിട്ടൊരു പണി കൊടുക്കാനല്ലേ താൻ ആ കോളേജിൽ തന്നെ കയറിയിരിക്കുന്നത്? ആണോ എന്ന് തോന്നിയോ? പിന്നെ തോന്നാതെ? താൻ അവിടെ ഉണ്ടെങ്കിൽ അവൾക്ക് അവിടെ തുടരാൻ പറ്റില്ല. അവൾക്ക് ആ ജോലി രാജിവെക്കേണ്ടി വരും, പരമാവധി ബുദ്ധിമുട്ടിക്കാൻ. എന്താ, അതല്ലേ മോനെ തന്റെ ലക്ഷ്യം? പറ. എടാ ഭയങ്കര, താനങ്ങ് കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അതല്ല എന്ന് പറഞ്ഞു ഇന്ദ്രൻ. പിന്നെ അതല്ല എന്റെ ലക്ഷ്യം. പിന്നെന്താ ലക്ഷ്യം എന്ന് ചോദിച്ചു. എന്റെ പ്രതാപ, ഞാൻ ആകെ മാറിക്കളഞ്ഞിടൂ. ഇപ്പൊ ഞാൻ ആ പഴയ ഇന്ദ്രനൊന്നും അല്ല. എനിക്ക് ആരോടും ഒരു പകയോ ദേഷ്യമോ ഒന്നുമില്ല. അത് അവളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാ ഞാൻ ആ കോളേജിൽ തന്നെ ജോലിക്ക് കയറിയത്. ഉപേക്ഷിച്ച് കളഞ്ഞത് മുത്തിനെ ആയിരുന്നു എന്ന് അവൾക്കൊന്ന് തോന്നണം. അതില് അവൾ നിരാശപ്പെടണം. അത് മാത്രമാ എന്റെ ലക്ഷ്യം. അയ്യോ ഏടോ ഇന്ദ്ര, ഇതൊക്കെ താനെ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ മതി. എന്നോട് പറയണ്ട. താനേ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കാനേ പോന്നില്ല. തന്റെ മനസ്സില് മറ്റെന്തോ ഉണ്ട്, തനിക്ക് മാത്രം അറിയാവുന്ന മറ്റെന്തോ ഒന്ന് എന്നിങ്ങനെ പറഞ്ഞു. ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും താൻ ഇനി എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയായി ചെയ്തല്ലോ. അതുപോലെ അതിന്റെ നന്ദി തിരിച്ചിങ്ങോട്ട് കാണിച്ചാൽ മാത്രം മതി. കാശ് വേണോ? വേണം. കഷ്ടപ്പാടാടോ? ശരി, അയച്ചു തരാം എന്ന് പറഞ്ഞു. ഇത്തിരി കനത്തിലായിക്കോട്ടെ. ആയിക്കോട്ടെ, എന്നാ താൻ കനത്തിൽ തന്നെ തരാം. ഇഫ് ഇറ്റ് വി നൗ ഇറ്റ്സ് നോട്ട് ടു കം. ഇഫ് ഇറ്റ് മേ നോട്ട് ടു കം, പിന്നെ ഇറ്റ് വിൽ ബി നൗ. എന്താ എന്ന് പറഞ്ഞോണ്ട് പ്രതാപൻ ഇങ്ങനെ വാവൊടിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇന്ദ്രൻ അങ്ങ് പോവാണ് കേട്ടോ. അയ്യേ, ഇതെന്താ ഇവൻ പറഞ്ഞത്? എന്തെങ്കിലും ആട്ടെ. അപ്പൊ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ രാജലക്ഷ്മി അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇന്ദ്രനെ കണ്ടപ്പം, അമ്മ അതെ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, കേൾക്കണ്ടേ? അപ്പൊ ഒന്നും വേണ്ട, നിൽക്കുകയാണ്. എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞു രാജലക്ഷ്മി അവിടെ ഇരിക്കുകയാണ്. അതെന്താമ്മേ അങ്ങനെ എന്ന് ചോദിച്ചു. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിക്കുമ്പോ അമ്മയോടല്ലാതെ പിന്നെ ആരോടാ ഞാൻ വേറെ പറയേണ്ടത്? എനിക്ക് ആരെങ്കിലും ഉണ്ടോ? അതെ, എനിക്ക് ജോലി കിട്ടി. നല്ലത് എന്ന് പറഞ്ഞു. എവിടെയാണെന്ന് അമ്മയ്ക്കറിയണ്ടേ? വേണ്ട. എങ്കിൽ കേട്ടോ, വേണം, അതറിയണം. ഞാൻ പഠിപ്പിക്കാൻ പോവാം, കുട്ടികളെ ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിപ്പിക്കാൻ പോവാം. അതും അവള്, ആ കോളേജില് അവളുണ്ട്, പല്ലവി, എന്റെ മുൻ ഭാര്യയായിട്ടപ്പോൾ പല്ലവി. അപ്പൊ രാജലക്ഷ്മി ഒന്ന് ഞെട്ടി കേട്ടോ. അപ്പൊ എന്താ അമ്മ എന്ത് ഇത്ര ഞെട്ടാനിരിക്കുന്നത് എന്ന് ചോദിച്ചു. എന്താ? കഷ്ടം തന്നെ നിന്റെ കാര്യം എന്ന് പറഞ്ഞു. അപ്പൊ രാജലക്ഷ്മിക്ക് ദേഷ്യാട്ടോ വന്നത്. ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതെ, മനഃപൂർവ്വം തന്നെയാ ഞാൻ അവിടെ പഠിപ്പിക്കാൻ കയറിയത്. അതിനൊരു കാരണമുണ്ട്. അതിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മാത്രമേ അറിയൂ. അവനെ കാണണം, അതിനു വേണ്ടിട്ടല്ലേ. നാണം കെട്ടവൻ. എടാ, ഇത്രയ്ക്ക് നാണം കെടരുത്. എടാ, ക്യാൻസർ വന്ന ആ ഭാഗം മുറിച്ചു കളയണം, അല്ലെങ്കിൽ കരിച്ചു കളയണം. അല്ലാതെ അത് വെച്ചോണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്, മനസ്സിലായോ? അവള് പഠിപ്പിക്കുന്ന കോളേജില് നീയും കൂടി ചെന്നാല് ആരാടാ ജയിക്കാൻ പോണത്? അവള്. എടാ, അവളാ ജയിക്കാൻ പോണത്. നിന്നെ എല്ലാവരും കൂടെ കളിയാക്കുക ചെയ്യേണ്ടത്.
നാണം കെടുന്നത് നീ ആയിരിക്കും. അമ്മയ്ക്ക് ഈ മനുഷ്യന്റെ മനഃശാസ്ത്രം അതറിയില്ലാന്ന് തോന്നുന്നു. ഇല്ല, എനിക്കറിയില്ല, എനിക്കറിയുകയും വേണ്ട എന്ന് പറഞ്ഞു. ഞാനല്ലല്ലോ ഡോക്ടർ കർത്തയുടെ അടുത്തേക്ക് ചികിത്സയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അത് കേട്ടപ്പോൾ ഇന്ദ്രന്റെ സമാധാനം തെറ്റി. ഇന്ദ്രന്റെ മോഭാവമൊക്കെ അങ്ങ് മാറി കേട്ടോ. വേഗം ഇങ്ങനെ രാജലക്ഷ്മി ഇതായിപ്പോയി, അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എടാ മോനെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല, സാരമില്ല. അതെ, ഇതാ ഈ മനോരോഗത്തിന്റെ ഒരു കുഴപ്പം. ജീവിതകാലം മുഴുവൻ അത് പിന്തുടർന്നോണ്ടേയിരിക്കും. ചത്താലും പറഞ്ഞുകൊണ്ടിരിക്കും മരിച്ചവന് ഭ്രാന്തായിരുന്നു എന്ന്. എന്നാ കേട്ടോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ ഭ്രാന്തൻ ചിലതൊക്കെ അങ്ങ് തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നടക്കൂ. അവക്ക് ഞാൻ സ്വസ്ഥത കൊടുക്കില്ല എന്നുള്ളത് എന്റെ വ്രതം. അതുകൊണ്ട് ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. 2018 വെള്ളപ്പൊക്കം അതമ്മയ്ക്ക് ഓർമ്മയില്ലേ? പതുക്കെയാ വെള്ളം വന്നത്. അതുപോലെ പിന്നെ അതങ്ങ് നിറഞ്ഞു കവിഞ്ഞൊഴുകി. എവിടെ നോക്കിയാലും വെള്ളം. വാതിലിനടിയിലൂടെ പതുക്കെ കയറിയ വെള്ളം പെട്ടെന്ന് വീടിന്റെ ടെറസിലെത്തി. ആ വെള്ളമേ ഞാൻ പതുക്കെ വരൂ, വന്നാ ഞാൻ മുക്കിട്ടേ പോകൂ. എടാ ഇന്ദ്ര എന്ന് വിളിച്ചു. സോറി. അതെ, പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് വയലന്റ് ആയിപ്പോയി. സോറിയെ, ആക്ച്വലി അങ്ങനെ ആവാൻ പാടില്ലാത്തതാണ്, പെട്ടെന്ന് പറ്റിപ്പോയതാ. അമ്മ ഇത് മനസ്സിൽ വെക്കണ്ട കേട്ടോ. ഓക്കെ ഇന്ദ്രൻ, കൂൾ. അതെ, അമ്മ ഒരു സത്യം മനസ്സിലാക്കണം, ഒരു മണ്ടനല്ല ഞാൻ. അതുകൊണ്ട് അങ്ങനെ ആണെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ദെയർ മിസ്റ്റേക്ക്, നോട്ട് മീ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് നല്ലൊരു നമസ്കാരവും നേർന്ന് ഞാൻ അങ്ങ് കിടന്നുറങ്ങും മൂടിപ്പൊതിച്ച്. അത്രയ്ക്കേ ഉള്ളൂന്നേ. അല്ലാതെ എന്താ, ഇന്ദ്രന്റെ യുദ്ധം എല്ലാവരും കാണാനിരിക്കുന്നതേ ഉള്ളൂ. എന്താടാ നിന്റെ മനസ്സില്? എന്നോടെങ്കിലും ഒന്ന് പറ. അത് ചിരിച്ചു കേട്ടോ അവൻ. അതെ, ശാന്തിയും സമാധാനവും, അത് മാത്രം. മനുഷ്യൻ മറ്റു മനുഷ്യനെ സ്നേഹിക്കണം, അത് മാത്രം. സ്നേഹമാണമ്മേ എൻ്റെ മതം. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും സ്നേഹിക്കും. അതുവഴി ഞാൻ ആരോടും എനിക്ക് ഒരു പകയോ വിദ്വേഷമോ ഉണ്ടാവുകയുമില്ല. ഞാൻ ഈ നേരത്തെ ചൂടായതാകുമ്പോ മനസ്സിൽ വെക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ നേരെ അകത്തേക്ക് കയറി പോവാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഗുരുജിയുടെ അടുത്താണ്. അപ്പൊ ഗുരുജിയുടെ അടുത്ത് ധ്യാനത്തിന് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആശ്രമത്തില് മൈൻഡ് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ടുള്ള ധ്യാനമാണ്. അപ്പൊ യോഗയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുരുജി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അതെ, ശ്വാസം ഒരു മൂക്കടച്ചു പിടിച്ച് അകത്തേക്ക് വലിക്കുക, മറ്റേ യുക്കിലൂടെ പുറത്തേക്ക് വിടുക, എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാവരും അതങ്ങ് ചെയ്തു കേട്ടോ. എല്ലാവരും ചെയ്തു കഴിഞ്ഞിട്ട് അതെ, ഇത് യോഗ നമ്മൾ ഇത് ഇത്തിരി സ്പീഡിൽ ചെയ്താൽ നമ്മൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ അത് എക്സസൈസ് ആകും. അത് നോർമൽ സ്പീഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ യോഗാസനമാകും. വളരെ പതുക്കെ ചെയ്താൽ അത് പ്രാണായാമമാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്കാവശ്യം പ്രാണായാമമാണ്. അതായത് നമ്മുടെ മനസ്സിന്റെ പ്രാണായാമത്തിലൂടെ മാത്രമേ മനസ്സിനെ നമ്മളുടെ നിയന്ത്രിക്കാൻ കഴിയൂ. നമ്മളുടെ ആഗ്രഹങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കൂ. അല്ല ഗുരുജി, ഒരു സംശയം ചോദിക്കാമോ എന്ന് ചോദിച്ചു ഇന്ദ്രൻ. ചോദിച്ചോരൂ നീല എന്ന് പറഞ്ഞു. ചോദിക്കാം. ആരോഗ്യപരമായ സംവാദം, അതും ഞങ്ങള് ശരിക്കും പറഞ്ഞ ക്യാമ്പിന്റെ മറ്റൊരു പ്രത്യേകത. ആഗ്രഹങ്ങളെ ഇല്ലാതാക്കണമെന്ന് അങ്ങ് പറഞ്ഞു. അത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. ഇന്ദ്രന്റെ വാക്ക് കേട്ട് ബാക്കി എല്ലാവരും ഇരിക്കുകയാണ്. നമ്മുടെ ഋതു ഇരിപ്പുണ്ട്. ഈ ഋതു, ആഗ്രഹങ്ങളില്ലെങ്കിൽ പിന്നെ എങ്ങനെ കർമ്മം ഉണ്ടാവും ഗുരുജി, പറയൂ. അപ്പൊ ഗുരുജിക്ക് ഉത്തരവില്ല. ഉദാഹരണമായിട്ട് ഈ ക്യാമ്പ് തന്നെ എടുക്കാം. ഞങ്ങൾക്ക് ഈ ക്യാമ്പിൽ വരണമെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ആഗ്രഹം ഉണ്ടായത് കൊണ്ടാണല്ലോ ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയത്. എന്താ, ശരിയല്ലേ? അപ്പോ ആഗ്രഹങ്ങളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നത് ശരിയാണോ? അപ്പൊ അദ്ദേഹത്തിന് മിണ്ടാനുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത്യാഗ്രഹങ്ങളെ ഇല്ലാതാക്കാം, അത് സ്വാഭാവികം. ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും വേണം ഗുരുജി. ആഗ്രഹങ്ങളും അത് സാധിച്ചെടുക്കാനുള്ള മനുഷ്യന്റെ വിശ്രമമില്ലാത്ത തയ്യാറെടുപ്പുകളുമാണ് ഈ ലോകത്തെ ഇന്നത്തെ ഈ ലോകമാക്കി തീർത്തത് എന്നാണ് ഞാൻ കരുതുന്നത്. തെറ്റോ ശരിയോ എന്നൊന്നും എനിക്കറിയില്ല ഗുരുജി എന്നും പറഞ്ഞു. സയൻസിൽ അടക്കമുള്ള പുരോഗതി ഉണ്ടായത് ആഗ്രഹങ്ങളിൽ നിന്നാണ്. പറക്കാനുള്ള ആഗ്രഹത്തിന് ഉത്തരമായി വിമാനമുണ്ടായി. പിന്നെ അലക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ആഗ്രഹത്തിനായിട്ട് വാഷിംഗ് മെഷീൻ അതും ഉണ്ടായി. എന്താ, ശരിയല്ലേ? അറിയായിരിക്കും, സ്വാതന്ത്ര്യം കിട്ടുമ്പോ നമ്മുടെ മനുഷ്യന്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 60 താഴെയായിരുന്നു. ഇന്നത്
70-ലും 80-ലും 90-ലും വരെ എത്തിയിരിക്കുന്ന കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ആയുർദൈർഘ്യം കൂടിയത്? രോഗങ്ങളെ തുരത്താനുള്ള മരുന്നുകൾ മെഡിക്കൽ ലോകം അത് കണ്ടുപിടിച്ചു. അതുവഴിയാണ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ അതുവഴിയാണ് ആയുർദൈർഘ്യം കൂടിയത്. ഈ ലോകം പുരോഗമിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം, നമുക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. ആഗ്രഹങ്ങളാണ് ഈ പുരോഗതിയുടെ അടിസ്ഥാനം. എന്താ ശരിയല്ലേ? അദ്ദേഹത്തിന് ഒന്നും മിണ്ടാനുണ്ടായിരുന്നില്ല. പുറകെ ഇരുന്ന് എല്ലാവരും ഇവന്റെ വാക്ക് കേട്ട് കൈയടിച്ചു. കൂടെ ഋതുവും കൈയടിച്ചു കേട്ടോ. അപ്പൊ വേഗം തന്നെ ഗുരുജി അവിടുന്ന് എഴുന്നേറ്റ് വന്നു. എന്നിട്ട് ഇന്ദ്രനോട് വെൽഡൻ, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. താങ്കളെ ഞാൻ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് ക്ഷണിക്കുന്നു. അയ്യോ ഗുരുജി, സോറി ഗുരുജി, ഞാന് ഒരു പ്രസ്ഥാനത്തിനും കീഴ്പ്പെടാതെ ജീവിക്കാനാ എനിക്കിഷ്ടം. നിങ്ങൾക്ക് ഒരുപാട് അറിവുണ്ട്, സ്വതന്ത്രമായി ജീവിക്കാം. അതിനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ശരിയല്ലേ എന്ന് ഋതുവിനോട് ഇങ്ങനെ ചോദിച്ചു. ആയിരിക്കാം ആയിരിക്കാം, അത് തന്നെ, ഇപ്പൊ പുരോഗതി ഉണ്ട് എന്ന് ഋതുവിനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഋതു ഒന്ന് ചിരിച്ചു കേട്ടോ. എന്നിട്ട് ഗുരുജി അങ്ങ് പോയി. ഇവരെല്ലാവരും അങ്ങ് പോവാണ്. അപ്പൊ ഋതു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ദ്രനെ കുറിച്ചാണ് ശരിക്കും ആലോചിക്കുന്നത്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗൈൻ.